അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ, അവർക്ക് ഒന്നാമത് ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്. അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു. അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ്. ഈ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും എങ്ങനെങ്കിലും രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടടുത്ത് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദാന്നാണ് ഞാൻ ചോദിക്കുന്നത്? കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പെറുക്കിയെടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന